അജപാലകൻ. ഇന്ന് മെയ് മാസം 21 വ്യാഴാഴ്ച. വിശുദ്ധ കുർബാനയുടെ വായന മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ 7 മുതൽ. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവൻ ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവനെ തുറന്നു കിട്ടുകയും ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കല്ല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിന് കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായി നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യുവിൻ. ഇതാണ് നിയമവും പ്രവാചകന്മാരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ സുവിശേഷ സന്ദേശം പ്രാർത്ഥിക്കുന്നവർക്ക് നന്മകൾ നൽകപ്പെടുമെന്നുള്ളതാണ് സന്ദേശം. നിയമവും പ്രവാചകന്മാരും എന്താണ് പഠിപ്പിക്കുന്നത്? എന്താണ് സുവിശേഷത്തിൽ സുവർണ നിയമം എന്നാണ് പ്രഖ്യാപിതമായ വ്യാഖ്യാതാക്കൾ പറയുക. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് അവർക്ക് ചെയ്തു കൊടുക്കുവിൻ. ഈ പഠനത്തെ തലതിരിച്ചിട്ട് പറഞ്ഞാൽ, മറ്റുള്ളവർ നിങ്ങളോട് ചെയ്യരുത് എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്യാൻ പാടില്ല. നിൻ്റെയും സഹോദരൻ്റെയും പിതാവ് ഒന്നാണ് ദൈവം. നിന്നെ അനുഗ്രഹിക്കുന്ന ദൈവം സഹോദരനെയും അനുഗ്രഹിക്കുന്നവനാണ്. നിനക്ക് തിന്മ വരരുതെന്ന് ആഗ്രഹിക്കുന്ന ദൈവം സഹോദരനും തിന്മ വരരുതെന്ന് ആഗ്രഹിക്കുന്നവനാണ്. സ്നേഹവും വാത്സല്യവുമാണ് ദൈവത്തിൻ്റെ ഹൃദയത്തിലുള്ളത്. മകൻ്റെ കാലിൽ മുള്ളു തറച്ചതിൻ്റെ വേദന അപ്പൻ്റെ ഹൃദയത്തിലായിരിക്കും ഉണ്ടാവുക. മകൻ മീൻ ചോദിച്ചാൽ ഏറ്റവും നല്ല മീൻ കൊടുത്ത് മകനെ സന്തോഷിപ്പിക്കുന്ന പിതാവിനെ പോലെയാണ്. അപ്പം ചോദിച്ചാലും ഇത് തന്നെയാണ് അപ്പൻ്റെ മനോഭാവം. അപ്പൻ നൽകിയ അപ്പം ഭക്ഷിക്കുന്ന കണ്ട് അപ്പൻ്റെ മനസ്സാണെന്ന് പറയുന്നത്. അപ്പായെന്നും മകനെ വിളിക്കുന്നത് കേട്ടാൽ അപ്പൻ്റെ മനസ്സ് കുളിർക്കും. സ്വർഗീയ പിതാവായ ദൈവത്തിൻ്റെ ഹൃദയം ഇത് തന്നെയാണ്. സ്വയം ശൂന്യനാകാനും ദാസൻ്റെ രൂപം സ്വീകരിക്കാനും മരണം വരെ അനുസരണമുള്ളവനാകാനും ദൈവം നിശ്ചയിച്ചുവെങ്കിൽ പാപവിമോചിതരായി ദൈവപുത്രരായി നമ്മളെല്ലാം ഉയർത്തപ്പെടണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൻ്റെ തോളിലിരിക്കുന്ന മകൻ അപ്പൻ്റെ സന്തോഷവും അഭിമാനവുമാകുന്നത് പോലെ 99 നീതിമാന്മാരെക്കാൾ ഒരു പാപിയുടെ മാനസാന്തരത്തിൽ സന്തോഷിക്കുന്നവനാണ് ദൈവം. സ്വന്തം മക്കളെപ്പറ്റി ദിവസത്തിൻ്റെ 24 മണിക്കൂറും ശ്രദ്ധാലുവായിരിക്കുന്ന അമ്മയെപ്പോലെ ദൈവം നമ്മെപ്പറ്റി ശ്രദ്ധാലുവാണ്. കുഞ്ഞുങ്ങൾ വീട്ടിലെ താരങ്ങളാകുന്നത് പോലെ സ്വർഗത്തിലെ താരങ്ങൾ രക്ഷിക്കപ്പെട്ടവരും ബലഹീനരുമായി നമ്മളാണ്. കുഞ്ഞുങ്ങൾ കുറുമ്പ് കാണിച്ചാൽ ഇരുക്കിളിയെടുത്ത് അടിച്ചാലും നായതിൻ്റെ സങ്കടം പേറുന്ന അമ്മയാകുന്നത് പോലെ നമ്മുടെ ബലതകളെ പറ്റി തിരിച്ചറിയുന്നവനാണ് ദൈവം. മകനോടുള്ള ലാളന മാത്രമാണ് പിതൃഹൃദയത്തിലുള്ളതെങ്കിൽ നമ്മുടെ തെറ്റുകളെ ക്ഷമിക്കാനും മറക്കാനും അനുഗ്രഹിക്കാനും തയ്യാറുള്ളവനാണ് ദൈവം എന്ന് ഓർക്കുക. അമ്മയെന്ന മകൻ്റെ വിളി കേൾക്കുമ്പോൾ ആഹ്ലാദിക്കുന്ന അമ്മയെപ്പോലെ സ്വർഗസ്ഥനായ പിതാവേ എന്ന ഒറ്റ വിളിയിൽ അലിയുന്നതാണ് ദൈവത്തിൻ്റെ ഹൃദയമെന്ന് നമ്മൾ ഓർക്കണം.